ഇത്രയും ഒരു അധികാരമോഹമുണ്ട്. കട്ടയ്ക്ക് കാല കയറാറായി, എന്നാലും അധികാരമോഹം. കൊടുത്താൽ നല്ലത് തന്നെ, സമയത്തിന് കൊടുത്താൽ നല്ലത് തന്നെ, ജനങ്ങൾക്ക് നല്ലത് തന്നെ. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് ഒരു 3000 പ്രാവശ്യം പറയും നാളെ കൊടുക്കും നാളെ കൊടുക്കുമെന്ന്. ഇപ്പം തന്നെ ഇപ്പം കൊടുത്ത പൈസ തന്നെ ദീപാവലിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ മൊബൈലിൽ വന്നതാണ്, മെസ്സേജ് വന്നതാണ്, ഇതാ കൊടുക്കണത് ആ കൊടുക്കണത്. അവന്മാരെന്തൊരു കാണിക്കണത്? ഇലക്ഷന് വലിപ്പിച്ച് കാണിക്കണതാണ്. ഇലക്ഷന് അത് വലിപ്പിച്ച് കാണിക്കണതാണ്, ജനങ്ങളെ വലിച്ചു കാണിക്കണ പരിപാടിയാണത്. ഇറങ്ങി പോയെങ്കിൽ അതിന് ഒരു ഗുണമുണ്ടായിരുന്നു. അത് പോവുകയില്ല, കടിച്ചു തൂങ്ങി കിടന്നോളൂ. ഇത്രയും ഒരു അധികാരമോഹമുണ്ട്. കട്ടയ്ക്ക് കാല കയറാറായി, എന്നാലും അധികാരമോഹം. ശബരിമല തന്നെ കൈയിട്ടുവാരി, അതിന് വല്ല ആവശ്യമുണ്ട്? അതിനൊക്കെ വല്ല ആവശ്യമുണ്ട്? ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതാണ്. നേരത്തെ ഒന്നും പബ്ലിഷ് ചെയ്യാതെ. പണ്ട് നേരത്തെ കൊടുക്കാമായിരുന്നു, അത് കൊടുത്തില്ല. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇലക്ഷന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് വയോജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ മോശം രീതിയിൽ കാണുന്ന ഒരു പ്രവണത മതിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ലത് ചെയ്താലും അത്തരത്തിലല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. 200 രൂപ കൂട്ടുക എന്നുള്ളത് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവർക്ക് ചികിത്സയ്ക്ക് പ്രയോജനപ്പെടും, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടും. അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കരുതാതെ അതിനെ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കരുതുന്നത് തെറ്റാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ രമേശ് ചെന്നിത്തലയൊക്കെ ആരോപിച്ചിരിക്കുന്നത് ഇത് ഇലക്ഷന്റെ ഒരു സ്റ്റണ്ട് എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. ഇലക്ഷൻ വരാമില്ല, പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷന്റെ ഒരു ആണെന്ന് ആരോപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആശമാരുടെ ശമ്പളത്തിലും അത്തരം ഒരു വർധന കൊണ്ടുവരുന്നല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആശയ വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ കേരളത്തിനകത്തുണ്ട്. അപ്പം അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും വലിയ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഈ വയോജനങ്ങൾക്ക് 200 രൂപ കൂട്ടുക എന്നുള്ളത് ഈ നിരാലംബരായ അനേകം വൃദ്ധരെ സഹായിക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായിട്ടും.